എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആരാ നിനക്ക് വീട് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? ആരാണ് നിനക്ക് പണം തന്നത്? ആരാണ് നിനക്ക് മക്കളെ തന്നത്? ഇതെല്ലാം തന്നത് പടച്ച റബ്ബല്ലേ. ഇതെല്ലാം തന്നത് പടച്ച റബ്ബല്ലേ. എന്തേ തന്ന അല്ലാഹുവിന് എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് നീ എന്തേ ഓർക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട വാപ്പയോട്, നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവാണ്, നിനക്ക് വീട് തന്നത് നിന്റെ കഴിവാണെന്ന് നീ ഒരിക്കലും കരുതരുത്. നല്ല ഒരു വീട് വെച്ചത്, നിന്റെ കടയിൽ കച്ചവടം ഉണ്ടാകുന്നത്, നിന്റെ കയ്യിൽ പൈസ വന്നത്, ഇതെല്ലാം നിന്റെ ബുദ്ധിയും നിന്റെ കഴിവുമല്ല. ഇത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ തന്ന അല്ലാഹുവിനെ എടുത്തു മാറ്റാനും കഴിവുണ്ട് വാപ്പാ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നമസ്കരിക്കാൻ പള്ളിക്കകത്ത് പോകാത്ത നിന്നെ, നമസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത നിന്നെ ആ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി പിരിവെടുപ്പിക്കാൻ പടച്ച റബ്ബിന് കഴിവുണ്ടെന്ന് നീ മറക്കരുത്. നീ നിസ്കരിക്കാൻ പോകൂല, നീ പള്ളിയിലേക്ക് മക്കളെ പറഞ്ഞു വിടൂല, എങ്കിലും നിന്റെ ഭാര്യയെയും മക്കളെയും അതേ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും പടച്ച റബ്ബിന് കഴിവുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, പക്ഷേ നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാര് നിസ്കരിക്കാറുണ്ടോ? നീ നൊന്ത് പ്രസവിച്ച മക്കള് നിസ്കരിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, എല്ലാവർക്കും പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ ആണിനും പെണ്ണിനും നിസ്കാരം നിർബന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സ് ആയിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സായവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണമെന്നാണ്. ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം മനസാക്ഷിയോട്. ഉമ്മ, നീ ഇന്നുവരെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും മക്കളെ നീ തല്ലിയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആരും തല്ലാറില്ല. 10 വയസ്സല്ല 18 തല്ലൂലല്ലോ. എടാ, സ്വന്തം റൂമിന്റെ അപ്പുറത്ത് കിടക്കുന്നു 18 വയസ്സുകാരെ സുബഹിക്ക് പള്ളിയിൽ പോന്ന് വാപ്പ, അപ്പുറത്ത് കിടക്കുന്നുണ്ട് മുടിയും വളർത്തിയിട്ട് ഒരുത്തൻ, അവന് 19 കഴിഞ്ഞ് 20 കഴിഞ്ഞ് പെണ്ണ് കെട്ടാൻ പ്രായമായി. നീ വിളിച്ചുണർത്തോ നിസ്കരിക്കാൻ? എന്റെ സഹോദരിമാര്, നിന്റെ സ്വന്തം മോൾ അടുത്ത റൂമിൽ കിടക്കുന്നു, നീ വിളിക്കോ നിസ്കരിക്കാൻ? നീ എഴുന്നേറ്റിട്ട് സുബഹിക്ക് തഹജ്ജുദും അല്ലാഹുവേ പടച്ചവനെ സുബഹിയും ദിക്റും സ്വലാത്തൊക്കെ സ്വന്തം മക്കൾ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു, വിളിച്ചുണർത്താത്തതെന്ത്?